ഷോൺ ജോർജ് ഒരുപാട് അധ്വാനിച്ചു ഇതിൽ. ബട്ട് ഷോൺ ജോർജിന് അത് സക്സസ്സിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഷോൺ ജോർജ് കൊടുത്ത സകല പെറ്റീഷനും അവിടെ കോടതിയിൽ സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. SFIയുടെ കുറ്റപത്രത്തിൻ്റെ കോപ്പി ഷോൺ ജോർജ് ചോദിച്ചിട്ട് അത് ലോവർ കോർട്ട് കൊടുക്കുമായിരുന്നു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ആ രീതിയിൽ കോടതികളുടെ ഇടപെടൽ ഈ കാര്യത്തിലുണ്ടായി. അതിന്ന് ഷോൺ ജോർജ് ഒരു TV ഷോയിൽ പറയുകയും ചെയ്തു. 4 ഹൈക്കോടതിയിൽ 8 പെറ്റീഷൻ വെച്ചാണ് പിണറായി വിജയൻ ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഹൈക്കോടതിയുടെ സ്റ്റേ. അപ്പോൾ സ്റ്റേ അത്ര ലാഘവത്തോടെ ഹൈക്കോടതി കൊടുക്കരുതായിരുന്നുവെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ചില കാര്യത്തിൽ ഹൈക്കോടതി വളരെ ഒരു ഗൗരവം കൊടുക്കാതെ പെരുമാറുന്നു. ഈ SFIയുടെ കുറ്റപത്രം കുറ്റപത്രം സ്റ്റേ ചെയ്തു, അതിൻ്റെ കോപ്പി ആ പെറ്റീഷനൊക്കെ കൊടുക്കരുതെന്ന് പറയുക, അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്?